ദ ജേർണലിസ്റ്റിലേക്ക്. ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക, ഇറാനെ അസ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി 19 ദിവസം മുമ്പ് ഇസ്രായേലും അമേരിക്കയും തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ സകല അതിർത്തികളും ലംഘിച്ച് പശ്ചിമേഷ്യയെ മുഴുവൻ കനത്ത പ്രതിസന്ധിയിലേക്കും ഭീതിയിലേക്കും തള്ളിവിടുന്ന വിധത്തിൽ നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പറഞ്ഞതുപോലെ ഒരു വലിയ മേഖലാ യുദ്ധമായി മാറിയിരിക്കുകയാണ്. സകല രാജ്യങ്ങൾക്കും ശക്തമായ തിരിച്ചടി പല രൂപത്തിൽ പല ഭാവത്തിൽ കിട്ടുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളും വലിയ തോതിൽ ദുരിതമനുഭവിക്കുമെന്ന ഭീതി വളർത്തുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം അതിൻ്റെ ഏറ്റവും ഭയാനകമായ സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, ഇസ്രായേലും അമേരിക്കയും അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ കടന്നാക്രമണം നടത്തിയതിൻ്റെ തിക്തഫലമാണ് ഇന്ന് പശ്ചിമേഷ്യ മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ അത് ലോകം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും. അതായത് ഇറാൻ എന്നൊരൊറ്റ രാജ്യത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇതോടകം ഗൾഫ് മേഖലയെ ഒന്നാകെ അതിരൂക്ഷമായ രീതിയിൽ, ഭയാനകമായ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടങ്ങിവെച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ യുദ്ധം പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായതോടെ യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന അവസ്ഥയിലേക്ക്, അതായത് യുദ്ധം നിർത്തണമെന്ന് വിചാരിച്ചാലും നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേലും അമേരിക്കയും എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കുക, പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങൾ, റിഫൈനറികൾ, LNG, CNG ഊർജ കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ ഇപ്പോൾ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അധികം വൈകാതെ അതിരൂക്ഷമായ ഭീമമായ ഇന്ധന വിലക്കയറ്റവും ഗ്യാസിൻ്റെ ക്ഷാമവും അടക്കം നമ്മൾ ഓരോരുത്തരെയും അതീവ ഗുരുതരമായി ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്ധനവും അതുപോലെ LNGയും CNGയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ, സംഭരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു പ്രതിസന്ധി രൂപപ്പെട്ടു വന്നാൽ അത് അവസാനിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ, അതായത് നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ തള്ളിവിട്ടത് ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച യുദ്ധമാണ് എന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളിലേക്ക്, ഖത്തറിലേക്കും സൗദിയിലേക്കുമൊക്കെ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? ഇസ്രായേൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടത്തേക്ക് അല്ലെങ്കിൽ ഊർജ്ജ സംഭരണ കേന്ദ്രത്തിലേക്ക് ഒരു വലിയ ആക്രമണം നടത്തി. സൗത്ത് പാഴ്സിലെ വാതകപ്പാടമാണ് ഇസ്രായേൽ തകർത്തത്. ഇറാൻ ഈ വാതകം, ഇവിടെ ശേഖരിച്ചിരിക്കുന്ന വാതകം അന്താരാഷ്ട്ര തലത്തിലേക്ക് കയറ്റി അയക്കുന്നതല്ല, മറിച്ച് ഇറാൻ്റെ ആഭ്യന്തരമായിട്ടുള്ള 80% ഊർജ്ജ വിനിയോഗം നടക്കുന്നത് ഈ എണ്ണപ്പാടം കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ ഈ വാതകപ്പാടം കേന്ദ്രീകരിച്ചതാണ്. ഇവിടെയാണ് വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇതോടെ ഇറാൻ മുട്ടുകുത്തുമെന്നും ഇസ്രായേലിന് മുന്നിൽ കേണപേക്ഷിക്കുമെന്നും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇസ്രായേൽ കരുതിയിട്ടുണ്ടാവുക. കാരണം വലിയ ഊർജ്ജ പ്രതിസന്ധി ഇറാൻ ഉണ്ടാവുകയാണല്ലോ. പക്ഷേ ഇറാൻ എന്താണ് ചെയ്തത്? ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള കീഴടങ്ങലിനോ മുട്ടുമടക്കലിനോ തയ്യാറാകാതെ അതിശക്തമായി ഇതിൻ്റെ പ്രത്യാക്രമണം നടത്തി. അല്ലെങ്കിലും കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കളത്തിലിറക്കി വലിയ തോതിലുള്ള ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിനുള്ളിലേക്കും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അലി ലാരിജാനി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം വധിച്ചത്. അപ്പോൾ അതിനുശേഷം വലിയ തോതിലുള്ള പക വർദ്ധിച്ചിട്ടുണ്ട് ഇറാന്. അതിൻ്റെ അനുരണനങ്ങളാണ് തീവ്രമായ യുദ്ധമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സൗത്ത് പാഴ്സിലെ വാതകപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പകരമായി സൗദിയിലെ 2 റിഫൈനറികളിലേക്ക് ഇറാൻ വലിയ ആക്രമണം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ LNG കേന്ദ്രം ഇറാൻ തകർത്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഖത്തറിലെ ലാസ് ലഫാൻ ഇൻഡസ്ട്രിയിലെ പ്ലാന്റും, അതാണ് ഏറ്റവും വലിയ പ്ലാന്റ്, അതും ഇറാൻ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് പശ്ചിമേഷ്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളായിരുന്ന, വാതക കേന്ദ്രങ്ങളായിരുന്ന, എണ്ണ കേന്ദ്രങ്ങളായിരുന്ന, തന്ത്രപ്രധാനമായ പ്ലാന്റുകൾ, സംഭരണശാലകൾ, അതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. കാരണം ഇത്
സാധാരണ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്ന വിധത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലേക്ക്, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക്, ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും രൂക്ഷമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എടുത്തെറിഞ്ഞിരിക്കുകയാണ്, എറിയുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇറാനെതിരായ യുദ്ധത്തെക്കാൾ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുക എന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന നിലയിലേക്കാണ്. ഇപ്പം ഖത്തറും സൗദിയും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ നേരിടുകയാണ്. എണ്ണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെടുകയാണ്, ഓയിൽ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന LNG CNG കേന്ദ്രങ്ങൾ ഇതൊക്കെ ആക്രമിക്കപ്പെടുകയാണ്. എവിടെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടാവുക എന്നോ എത്ര വലിയ നാശനഷ്ടങ്ങളാണോ ഉണ്ടാകാൻ പോകുന്നതെന്നോ ഒരു തരത്തിലുള്ള ധാരണയും ആർക്കുമില്ല. അതായത് ഇറാനെ അങ്ങോട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചാൽ ഇറാൻ അതിൻ്റെ പക തീർക്കാൻ അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള ഇത്തരം കേന്ദ്രങ്ങൾ, അതായത് ഈ ഓയിൽ റിഫൈനറികളിലൊക്കെ അമേരിക്കയുടെ നിക്ഷേപം ഉണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പക തീർക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും ഇതിനിടയിൽ കരയുദ്ധത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇറാനിലേക്ക് US ട്രിപ്പോളി എന്ന പടക്കപ്പൽ വിന്യസിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട്. അതൊരു വലിയ കരയുദ്ധത്തിൻ്റെ സൂചനയായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. പക്ഷേ കരയുദ്ധമായാലും എന്തുതരം യുദ്ധങ്ങളായാലും ഇറാനെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ ഇറാനെ വരിഞ്ഞു മുറുക്കാൻ, ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ, ഇറാൻ്റെ പ്രത്യാക്രമണം ഇല്ലാതാക്കാൻ ഒന്നും കഴിയുന്നില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്നാണ് ഈ 19-ാം ദിവസവും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ഇറാനെ തച്ചുടയ്ക്കാൻ വേണ്ടി കടലിൽ കൊണ്ടുവന്നിട്ട ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെയായി നീങ്ങുന്നു എന്ന് പറഞ്ഞിരുന്ന ആ കപ്പൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്ക തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഗ്രീസിലെ നാവിക കേന്ദ്രത്തിലേക്ക് ഈ കപ്പൽ മാറ്റിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അത് ഒരുപക്ഷെ തിരിച്ചടി ശക്തമാകുന്ന സൂചന കണ്ടിട്ടാകാം, അല്ല അറ്റകുറ്റപ്പണികൾക്കാണ് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിരൂക്ഷമായ വിധത്തിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് വന്നത് ഈ ഇറാന് നേരെ നടന്ന ആക്രമണം, ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതക പാടത്തേക്ക് സൗത്ത് പാഴ്സിലേക്ക് നടന്ന ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കനത്ത മുന്നറിയിപ്പും സൂചനയുമായി രംഗത്തെത്തി എന്നുള്ളതാണ് ആ വാർത്ത. ആ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ഇനി ഇസ്രായേലിനോട് ആക്രമിക്കരുത് എന്ന് കർശനമായ ഭാഷയിൽ പറഞ്ഞു എന്നാണ്. അതായത് ഇസ്രായേൽ സകല നിയമങ്ങളും ലംഘിച്ച് അല്ലെങ്കിൽ വരുംവരായികകൾ ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിച്ച് പൂർണ്ണമായി ഇല്ലാതാക്കണമെന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ അതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്ക സൗഹൃദം തുടരാൻ ആഗ്രഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നു. അതിൻ്റെ ഉത്തരവാദികൾ ആയി ഇസ്രായേലും അമേരിക്കയും മുദ്ര കുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് അമേരിക്കയെ വലയ്ക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ യുദ്ധം രൂക്ഷമാവുകയും ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇറാനെതിരെ വികാരം ഉണ്ടാകുന്നത് പോലെ തന്നെ ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ അവിടുത്തെ പൗരന്മാർ അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിലും ഈ യുദ്ധം തുടങ്ങി വെച്ചവരാരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇസ്രായേലും അമേരിക്കയുമാണ്. അതിലെന്താണ് തർക്കം? അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധം തുടങ്ങി വെച്ചത്. അവരുടെ ആഭ്യന്തര കാര്യങ്ങളല്ലായിരുന്നു. ഇറാൻ്റെ പരമാധികാരത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളെ ചൊല്ലിയാണ് അവർ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന സംശയമാണ്, സ്ഥിരീകരണമില്ല. ഇറാൻ അന്ന് എന്താണ് പറഞ്ഞത്? ആർക്ക് വേണമെങ്കിലും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്ക് ഞങ്ങളുടെ പ്ലാന്റുകളിൽ പരിശോധന നടത്താം, ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്, നിങ്ങൾ വന്നു നോക്കൂ, ഇവിടെ ആണവായുധങ്ങളില്ല എന്ന് ഇറാൻ തീർത്ത് പറയുന്നു. എന്ന് മാത്രമല്ല, ആണവ പരീക്ഷണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനാണ്. കാരണം അമേരിക്ക ലോകം മുഴുവൻ ഇറാന് ഉപരോധിച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ വ്യവസായങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല. അവിടെ വലിയ തോതിലുള്ള ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക കാര്യങ്ങളിൽ പിന്നോട്ടാണ്. അപ്പോൾ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടുള്ള ഇറാൻ്റെ ശ്രമങ്ങളായിരുന്നു ആണവ പരീക്ഷണങ്ങൾ അടക്കമെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയമാണ്. അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നത്. അത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലാണ് അമേരിക്കയെ കൂട്ടി യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ ഭാഗത്ത് അവരുടെ പരമാധികാരത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അതിൽ ന്യായമുണ്ട് എന്നവർ തീർച്ചയായും പറയും. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും
പക വരുന്നത്. കാരണം അവരുടെ പരമാധികാരിയായ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനെയി അടക്കം നിരവധി പേരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വധിച്ചു. അവരുടെ പരമാധികാരത്തിനുള്ളിൽ കടന്ന്, അവരുടെ രാജ്യാതിർത്തിക്കുള്ളിൽ കടന്ന് അത്രയും വലിയ ആക്രമണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുക എന്നത് ഇറാനെ സംബന്ധിച്ച് നടപ്പുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അതിന് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കും, എവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നേരെ യുദ്ധം തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ തിരിച്ചടി അവസാനിപ്പിക്കില്ല. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇറാനിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്, ഇറാൻ്റെ പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങൾ തകരുന്നുണ്ട്, ഇറാനിൽ സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട്, സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്, അവിടെ വലിയ തോതിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ ഭൂഗർഭ അറകളിൽ, മിസൈൽ സിറ്റികളിലൊക്കെയുള്ള മിസൈലുകൾ ഒന്നും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞതായി അവർ അവകാശപ്പെടുന്നില്ല. അവിടെ നിന്നാണ് സ്വാഭാവികമായും ഇപ്പോൾ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലും നേരിടുന്ന പ്രതിസന്ധി. കഴിഞ്ഞ രാത്രിയിലൊക്കെ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേലിന് നേരെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയുമായി ബന്ധമുള്ള ഓയിൽ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒപ്പം പശ്ചിമേഷ്യയിലെ മറ്റ് ഓയിൽ കേന്ദ്രങ്ങളിലേക്ക്, എണ്ണ സംഭരണശാലകളിലേക്ക് ഉൾപ്പെടെ ആക്രമണം നടത്തുന്നത് ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, യുദ്ധത്തിൻ്റെ കെടുതി എല്ലാവരും അനുഭവിക്കണം, അങ്ങനെ ഞങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന നിലയിലേക്ക് ഇറാൻ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ തുടരുമ്പോൾ അത് പശ്ചിമേഷ്യയെയും ലോകത്തെയും ഒക്കെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. അമേരിക്കയ്ക്കും ആ ഭയമുണ്ട്, ട്രംപിനും പേടി തട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇനി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ, ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ, വാതക കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഉണ്ടായാൽ വീണ്ടും ഇറാൻ ഗൾഫ് മേഖലയിൽ ഈ ആക്രമണം നടത്തും, എണ്ണക്ഷാമം ഉണ്ടാകും, എണ്ണ ശുദ്ധീകരണം നടക്കാതെ വരും, എണ്ണ ഉൽപ്പാദനം മുടങ്ങും, അത് അന്താരാഷ്ട്ര തലത്തിൽ ക്ഷാമമുണ്ടാക്കും, വിലക്കയറ്റം അതിരൂക്ഷമാകും. ഇപ്പോൾ തന്നെ ഗൾഫിലെ റിഫൈനറികളിലേക്ക് ആക്രമണം തുടർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് $110 ക്രൂഡ് ഓയിൽ പ്രൈസ് എത്തിയിരിക്കുകയാണ്. അത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 90-നടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ വേഗത്തിൽ വില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ വിലക്കയറ്റവും മാന്ദ്യവും ഒക്കെ ഉണ്ടാകും. അത് അമേരിക്കയും വലിയ തോതിൽ ബാധിക്കും. അതാണ് അമേരിക്ക ഇപ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ, അമേരിക്കൻ ഡോളറിനെ ഒക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ പോലും യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ട്രംപിന് മുന്നിൽ ഇതൊരു വലിയ കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തരുത് എന്ന് പറയാൻ ട്രംപ് തയ്യാറായത്. പക്ഷേ അതേസമയം ഇനിയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് അമേരിക്ക പറയുന്നുണ്ട്, ട്രംപ് പറയുന്നുണ്ട്. എങ്കിലും ഇറാൻ അതൊന്നും ചെവിക്കൊള്ളാതെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരൊറ്റ കാര്യക്ഷമമായ ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടക്കുന്നില്ല, ആരും അതിന് മുൻകൈ എടുക്കുന്നില്ല. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പറയുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നിർത്തുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ഇനി നടത്താൻ പോകുന്നത് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇറാനിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിന് ഇറങ്ങും എന്നല്ല, നേരെ മറിച്ച് ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി, ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ, ഭീകരമായ, മാരകമായ അവസ്ഥയിലേക്ക് യുദ്ധം മാറുകയാണ്. നമ്മളെല്ലാവരും വലിയ തോതിൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു.